പുതിയ ബ്രഷുകൾ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു പെയിന്റിങ് കിറ്റാണ്. കിറ്റിനുള്ളിൽ പല പല സാധനങ്ങളാണുള്ളത്. വീതിയുള്ളൊരു ഫ്ലാറ്റ് ബ്രഷ്, വീതി കുറഞ്ഞ ഒരു ഫ്ലാറ്റ് ബ്രഷ്, ഒരു ചിസിൽഡ് ബ്രഷ്, ഒരു റൗണ്ട് ബ്രഷ്, മറ്റൊരു റൗണ്ട് ബ്രഷ്, ഒരു ഫാൻ ബ്രഷ്, പാലറ്റ് നൈഫ്, റോളർ. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ റോളർ ഒന്ന് പരീക്ഷിക്കാം. ഇപ്പം നമ്മളൊരു സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. ഇതൊരു മാസ്കിംഗ് ടേപ്പാണ്, പേപ്പർ ടേപ്പ്. ഇവിടെ ഓക്കെ, ഇവിടെ ഇടണം. ഇവിടെ ഇടണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചിത്രം വരയ്ക്കാനായിട്ട് പോകുന്നത്. ഇതൊരു A4 സൈസ് പേപ്പറാണ്. ഇതിനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുക. കൈകൊണ്ടൊന്ന് വെറുതെ കീറുകയാണ്. ഒരു കുറച്ച് ഭാഗം മാസ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു മലയുടെ ഒരു ഷേപ്പിൽ ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു A4 സൈസ് പേപ്പർ എടുത്തു. അതിനകത്ത് ഞാനൊരു മലയുടെ ഒരു ഷേപ്പ് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തു. അപ്പോൾ ഇനി ഞാനിവിടെ വയ്ക്കുകയാണ്. ഓക്കെ, ഇതൊരു മാസ്കായിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് ബ്ലൂ കൊണ്ടുവരാനാണ് ശ്രമം. എങ്ങനെ ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഇവിടെ നിന്ന് പൊസിഷൻ മാറിപ്പോയിരിക്കാൻ വേണ്ടി ഒന്ന് സെല്ലോ ടേപ്പോ പേപ്പർ ടേപ്പ് എന്തെങ്കിലും ഒട്ടിക്കാൻ നമുക്ക്. ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് അനങ്ങത്തില്ല. ഇതിലോട്ട് നമുക്ക് റോൾ ചെയ്യാം. കളർ എടുത്തിട്ട് റോൾ ചെയ്യാം. ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് നീല അക്രിലിക് കളർ, വെള്ള അക്രിലിക് കളർ, ബ്ലാക്ക് അക്രിലിക് കളർ. ഇത് മൂന്നുമാണ്. ഏത് നിറത്തിൻ്റെ കൂടെയും നമ്മൾ വെള്ള ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കളറിൻ്റെ പേരാണ് ടിൻറ്റ് എന്ന് പറയും. നമ്മൾ വെള്ള കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു ടിൻറ്റ് കിട്ടും. വെള്ള കുറച്ചാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ടിൻറ്റ് കിട്ടും. ഇതൊരു നീലയുടെ ഒരു ടിൻറ്റാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതാണ്ടൊരു നീലയുടെ ഒരു ടിൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ റോളറിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഈ റോളർ നമുക്ക് ഈ പേപ്പറിൽ നിന്ന് റോൾ ചെയ്ത് നോക്കാം. ഇത് കറങ്ങുമോ എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഫ്രീ ആയിട്ട് കറങ്ങുമോ? കറങ്ങേണ്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് ബ്ലാക്ക് കൂടെ ചേർത്താലോ എന്ന് ഞാൻ ആലോചിക്കുക. നോക്കട്ടെ. ലേശം ബ്ലാക്ക്, ലേശം വൈറ്റും കൂടെ, ലേശം ബ്ലൂവും കൂടെ. നമ്മൾ ഏത് കളറിൻ്റെ കൂടെയും നമ്മൾ ബ്ലാക്കും വൈറ്റും എന്ന് പറയുമ്പോൾ ഗ്രേ ആയി. അപ്പോൾ ഏത് കളറിൻ്റെ കൂടെയും ഗ്രേ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ടോൺ എന്നാണ് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന കളറിന് പറയുന്നത് ടോൺ എന്നാണ്. അപ്പോൾ ഇപ്പം നമുക്കൊരു ബ്ലൂവിൻ്റെ ഒരു ടോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ടോൺ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സെയിം റോളർ ഞാൻ യൂസ് ചെയ്യുവാണ്. ഈ റോളർ അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് ഫുൾ അകത്തോട്ട് കയറിയെങ്കിൽ അത് ശരിക്കും ഫ്രീ ആയിട്ട് റോൾ ആവുള്ളൂ. ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ താഴ്ത്താം.
ഇതിനെ ഞാൻ മാറ്റിയപ്പോൾ ഇങ്ങനൊരു മലനിര കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ചിങ്ങോട്ട് നീക്കാം. കുറച്ച് ഭാഗത്ത് ഇത് നോക്കാം. അതിനെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടോണാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതായത് ബ്ലൂവിൻ്റെ കൂടെ വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തപ്പോൾ ഒരു ബ്ലൂവിൻ്റെ ഒരു ടോൺ കിട്ടി. ഇത് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലൂവിൻ്റെ ടിൻറ്റ് ഉപയോഗിച്ചു, ഇപ്പോൾ നമ്മൾ ബ്ലൂവിൻ്റെ ടോൺ ഉപയോഗിച്ചു. ഇനി നമുക്ക് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് ഉപയോഗിക്കാം. ഷെയ്ഡ് എന്ന് പറയുന്നത് ഏത് കളറിൻ്റെ കൂടെ ബ്ലാക്ക് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷെയ്ഡ് കിട്ടുന്നത്. ഇവിടെ കുറച്ച് കളറ് അധികമായിപ്പോയി. നമുക്കൊന്ന് ബ്രഷ് കൊണ്ട് അതിനെ ഒന്ന് അങ്ങനെ അവിടെ ചെയ്ത സ്ഥിതിക്ക് ഇവിടെയും കൂടെ ചെയ്യാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഷെയ്ഡ് ഉണ്ടാക്കാം. ഷെയ്ഡ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ബ്ലാക്ക് പ്ലസ് ബ്ലൂവിൻ്റെ കൂടെ ബ്ലാക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടും. ഇങ്ങനെയാണ് ബ്ലൂവിൻ്റെ ഷെയ്ഡ് കിട്ടുന്നത്. വെള്ള ഏത് നിറത്തിൻ്റെ കൂടെയും വെള്ള ചേർക്കുമ്പോൾ നമുക്ക് ടിൻറ്റ് കിട്ടും. ഏത് നിറത്തിൻ്റെ കൂടെയും ബ്ലാക്ക് ചേർക്കുമ്പോൾ ഷെയ്ഡ് കിട്ടും. ഏത് നിറത്തിൻ്റെ കൂടെയും ഗ്രേ ചേർക്കുമ്പോൾ ചാരനിറം ചേർക്കുമ്പോൾ ടോൺ കിട്ടും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഓക്കെ, ഇത് മൊത്തം അകത്തേക്ക് നല്ലതായിട്ട് തള്ളിയാലേ ഇത് റോളാവുന്നുള്ളൂ. അതിനൊരു ചെറിയ നന്നായിട്ടത് കറങ്ങുന്നില്ല. ഒന്ന് പ്രസ് ചെയ്താൽ കറങ്ങും. ശരി, ഇപ്പം നമ്മളിത് കളർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്ക് ഒന്ന് കുറച്ച് താഴോട്ട് മാറ്റാം. ഒരു പുതിയൊരു ഗ്ലാസ് വെച്ചിട്ട് മറ്റൊരു മലനിര ഉണ്ടാക്കുകയാണ്. ഇതാണ് ഇത്. ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് ടേപ്പ് കൊണ്ടൊന്ന് ഒട്ടിക്കാം. ഇത് അനങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കിയ നീലയുടെ ഷെയ്ഡ് വെച്ചിട്ട് ഇവിടെ നമുക്ക് റോൾ ചെയ്യാം. പലപ്പോഴും റോള് ആവുന്നതിന് പകരം ഇതിങ്ങനെ ജർക്കായിട്ടങ്ങ് പോവുകയാണ്. എനിവേ, നമുക്ക് അവിടെ കളർ കിട്ടിയാൽ മതി. ശരി, അപ്പോൾ അത് ആയി. നമ്മളൊരു ടിൻറ്റ് ഉപയോഗിച്ചു, ടോൺ ഉപയോഗിച്ചു, ഷെയ്ഡ് ഉപയോഗിച്ചു. ഇനി നമുക്ക് ഒരു ഷെയ്ഡ് കൂടെ ഇതിൽ കൊണ്ടുവരാം. ഞാൻ കുറച്ചുകൂടെ ബ്ലാക്ക് ഈ കളർ കൂടെ ആഡ് ചെയ്യണം. നമുക്ക് കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും. ബ്ലൂവിൻ്റെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലൂവിൻ്റെ തന്നെ മറ്റൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടി. 2 ഷെയ്ഡായി. അതുപോലെ ഇവിടെ നമ്മൾ 2 ടോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെയ്ഡ് കൊണ്ട് ഞാൻ പിടിക്കുന്നത് തവണ റോളർ ഉപയോഗിക്കുന്നില്ല, കൈ കൊണ്ടങ്ങ് പെയിൻറ്റ് ചെയ്യാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്കിനി മരമോ ഒക്കെ വേണമെങ്കിൽ വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്നില്ല, ഇത്ര മതി. ഓക്കെ, ഇതാണ് ഞാൻ വരച്ച ചിത്രം. ഇനി നമുക്ക് ഈ മാസ്കിംഗ് ടേപ്പ് മാറ്റുമ്പോൾ ഈ ചിത്രത്തിൻ്റെ എഡ്ജൊക്കെ അത് ശരിക്കും ഉണങ്ങിയിട്ട് മാറ്റുന്നതായിരുന്നു നല്ലത്. എന്നാലും ഞാൻ ഇപ്പോൾ ഇന്ന് മാറ്റി നോക്കുകയാണ്. ഒരു കീറാതെ എടുക്കാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇത് കുറച്ച് കീറിപ്പോയി. സൈഡ് പേപ്പർ കുറച്ച് നല്ല ക്വാളിറ്റി പേപ്പർ ആണെങ്കിൽ അത് കീറത്തില്ല.
ഈ സൈഡ് കൂടെ നമ്മൾ മാറ്റുമ്പോൾ അതിന് എഡ്ജ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടേപ്പിൻ്റെ ഇപ്പുറത്ത് വന്നുപോയി, അത് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പരീക്ഷണ ചിത്രം. നമ്മുടെ നായകനായ റോളർ അഭിനയിച്ച ഈ ചിത്രം ഇവിടെ പൂർത്തിയാകുന്നു. ഇനി മറ്റ് മെറ്റീരിയലുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.